കുളത്തൂപ്പുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഡാലിക്കരിക്കം നിവാസികൾ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. വന്യജീവികളിൽ നിന്നും സംരക്ഷണം ഒരുക്കുക, പുനരധിവാസ പദ്ധതിക്ക് സത്വര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡാലിക്കരിക്കം നിവാസികൾ സമരം നടത്തിയത്. കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസിന് മുന്നിലാണ് ഡാലിക്കരിക്കം നിവാസികൾ സമരം നടത്തിയത്. സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കളായ സാബു എബ്രഹാം, സുഭിലാഷ് കുമാർ, ചൊഴിയക്കോട് സലീം എന്നിവർ രംഗത്തെത്തി. മുഴുവൻ പട്ടികജാതി സംഘടനകളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ സമരം തന്നെ ചെയ്യും. ഞങ്ങളുടെ വിജയം വരെയും. അല്ല എങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യുക, വെടിവെച്ച് കൊല്ലുകയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാം. അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. വന്യജീവികളിൽ നിന്ന് സംരക്ഷണമൊരുക്കണമെന്നും ഡാലിക്കരിക്കം, മാത്രക്കരിക്കം, വട്ടംകരിക്ക നിവാസികൾക്ക് പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള അർഹമായ തുക നൽകി മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഒരുപാട് കാലം മുതലേ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരാണ് ഈ റേഞ്ച് ഓഫീസറും അതിൻ്റെ ആൾക്കാരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളെടുത്ത് പറഞ്ഞ് നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടാം, നിങ്ങളതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും കൊണ്ട് തന്നാൽ മതി, ഞങ്ങൾ അതിൻ്റെ വേണ്ടിയ പരിഹാരങ്ങൾ കണ്ടെത്തിക്കാന്ന് DFO ഉൾപ്പെടെ അവിടെ വന്ന് നമുക്ക് പറഞ്ഞ് വാഗ്ദാനം തന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പേപ്പറുകൾ വരെ എത്തിച്ച് കൊണ്ടു കൊടുക്കുന്നതിന് ഇവർ ഓരോ വാക്കുകൾ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുന്നു. തൊട്ടടുത്ത പ്രദേശത്തുള്ളവരെ മൊത്തം ഇറക്കുകയും ചെയ്ത് നമ്മളിപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ മാത്രം ഇന്നും അവിടെ ഇതായി. തിരുവനന്തപുരം DFO ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ രാജേന്ദ്രൻ സമരക്കാരുമായി ചർച്ച നടത്തി. ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു വല്ലാത്തൊരു ചതിയാണ്. പിന്നീട് അതോടൊപ്പം തന്നെ ഈ ആന തുടർച്ചയായിട്ട് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷിതത്വം കണക്കിലെടുക്കും. നിങ്ങൾ ഇവിടെ അവർ വന്ന് കാണുന്നു, അവരെ പറഞ്ഞു വിടുന്നു, ഇതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു, അവർ തിരിച്ചു പോകുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാതെ ഒരു നടപടി 7 വർഷമായിട്ട് ഒരു നടപടിയും കാണുന്നില്ല. ഇപ്പം ആന കഷ്ടിച്ച് അയാൾ രക്ഷപ്പെട്ടു. നാളെ വാക്ക് കേട്ടിട്ടെന്ന് പോകുന്നു. അവിടെ വാച്ചർമാരുടെ സേവനം ഉണ്ടോന്ന് വെച്ചാൽ അവിടെ ഇല്ല, RRTക്കാരുടെ സേവനം ഉണ്ടോന്ന് വെച്ചാൽ അതില്ല, പിന്നെ ഫോറസ്റ്റ് ഗാർഡുകളുടെ സേവനം ഉണ്ടോന്ന് വെച്ചാൽ അതുമില്ല. ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെൻഡിങ് പോലും നമ്മളെ ഡിവിഷനിലോ ഈ പറഞ്ഞ റേഞ്ചിലോ ഇല്ല. നമുക്ക് ആകെ കൂടി ഉള്ളൊരു സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ നിലവിൽ RKDPയും അതോടൊപ്പം തന്നെ കിഫ്ബിന്നാണ് നമുക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരുന്നത്. ചെറിയൊരു സാമ്പത്തിക ഇപ്പോൾ ഒരു ഒഴുക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളത് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉടനാവുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട്. നിങ്ങൾ മാത്രമല്ല, കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ട് ഡാലിയിൽ തന്നെ ഇവിടെ ഏകദേശം 15 കോടി രൂപയോളം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. തുടർന്ന് പ്രതിഷേധക്കാർ പരാതി തയ്യാറാക്കി ഒപ്പുശേഖരണം നടത്തി റേഞ്ച് ഓഫീസർക്കും മുഖ്യമന്ത്രിക്കും നൽകി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.